ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അമ്മേ, അമ്മേ, ഉറക്കം വരുന്നു, നമുക്ക് കിടക്കാം. വാ അമ്മേ, നമുക്ക് കിടക്കാം. ഏതമ്മ? പൊയ്ക്കോണല്ല എന്റെ മുമ്പിന്ന്. ഇവിടെ നിന്റെ അമ്മയും ഇല്ല, ആരുമില്ല. എന്തിനാ അമ്മേ കരയുന്നേ? ഒന്നുമില്ല, ഒന്നുമില്ല. നീ വേണമെങ്കിൽ ഇവന്റെ കൂടെ അങ്ങ് പുറത്തോഴി. ശാലിനി അവിടെ അല്ലേ? ഇവനാകുമ്പോ ഇവിടെ ഒരു കൂട്ടുവാവും. ഈ വണ്ടിയുടെ ഡ്രൈവറും അപ്പൊ നീ തന്നെയാണല്ലേ? അത് ശരി, നീ വീണ്ടും കരച്ചിൽ തുടങ്ങിയോ? എന്റെ മോളെ, നീ ഇങ്ങനെ ഓരോന്നോർത്ത് കരഞ്ഞോണ്ടിരുന്ന അതിന് മാത്രം നേരം കാണൂ. രോഹിത്തിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. നീ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നിന്റെ ജീവിതം തിരിച്ചു കിട്ടും. അതിന് ഈ അമ്മ തന്നെയാ ഉറപ്പ്. നമ്മളെ അമ്മ എങ്ങനെയാ ശ്യാമയെ വളർത്തിയത്? അച്ഛന്റെ സംരക്ഷണയിലാണോ നമ്മൾ വളർന്നത്? അല്ലല്ലോ. നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മയോട് കാണിച്ച തെറ്റൊന്നും എന്തായാലും രോഹിത് നിന്നോട് ചെയ്തിട്ടില്ല. ചിലരുടെ ലഹരിയില് അവൻ അടിമപ്പെട്ടു. ക്ഷമേ, അതൊക്കെ നമുക്ക് പറഞ്ഞു മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അവളാ ആ സുസ്മിത, അവള് രോഹിത്തിനെ വിട്ടുതരില്ല. അങ്ങനെയൊന്നും ഒരാൾക്കും ഒരാളെ പിടിച്ചു വെക്കാനാവില്ല ശ്യാമേ. ഇവിടെ എന്താ നിയമവും കോടതിയൊന്നും ഇല്ലേ? നമ്മൾ ആ വഴിക്കാ പോവേണ്ടതെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോവും. ഒരു തരത്തിലും രോഹിത്തിനെ ഈ രീതിയിൽ വിടാൻ നമ്മൾ അനുവദിക്കില്ല. നോക്ക്, ഇത് ഞാൻ തരുന്ന വാക്ക്. രോഹിത്തിനെ നിന്റെ മുന്നിൽ എത്തിക്കുമെന്ന് പറയുന്നതും ഞാൻ തന്നെയാ. എന്റെ വാക്ക് നിനക്ക് വിശ്വാസമില്ലേ? എന്നെ വേണ്ട നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരാളെ വെള്ളം പ്രയോഗിച്ച് എന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് എന്ത് പ്രയോജനം? എടി, ഇതെല്ലാം നീ തന്നെ ഉണ്ടാക്കിയതല്ലേ? നീ അന്ന് ആ കത്ത് എഴുതി വച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? മതി, എനിക്കൊന്ന് സ്വസ്ഥതാ. കഴിഞ്ഞു പോയതെല്ലാം വീണ്ടും വീണ്ടും പറഞ്ഞ് എന്തിനാ നിങ്ങൾ ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുന്നേ? ഒന്ന് കടന്നു പോകുന്നുണ്ടോ എന്റെ മുന്നിന്ന്? മോളെ, നമ്മളങ്ങനെ... അമ്മേ, അമ്മ വന്നേ. അവള് കുറച്ചേരം ധരിച്ചിരിക്കട്ടെ. നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും അവൾക്കിപ്പോ മനസ്സിലാവില്ല. അമ്മ വാ. അമ്മേ, അമ്മേ, ഉറക്കം വരുന്നു, നമുക്ക് കിടക്കാം. വാ അമ്മേ, നമുക്ക് കിടക്കാം. ഏതമ്മ? പൊയ്ക്കോണല്ല എന്റെ മുമ്പിന്ന്. ഇവിടെ നിന്റെ അമ്മയും ഇല്ല, ആരുമില്ല. എനിക്ക് ആരുമില്ല, ഭർത്താവും ഇല്ല, മക്കളും ഇല്ല. ഒറ്റ എറണ എന്റെ മുന്നിലേക്ക് വന്നു പോകരുത്. ശ്യാമേ, ശ്യാമേ, നീ കാണിക്കുന്നതൊക്കെ കുറെ കടന്നു പോകുന്നുണ്ട്.
നീ ഞാനും നമ്മൾ എല്ലാവരും കൂടി ഉണ്ടാക്കിയ കുഴപ്പങ്ങളാ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. അതിന് കുട്ടികൾ എന്ത് പിഴച്ചു? അവരോട് ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യം? എനിക്കാരും കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്ന് പോയി തരും എല്ലാരും എന്റെ മുമ്പിൽ നിന്ന്. മോളെ, ഇന്ന് മോള് ചേച്ചിയമ്മയുടെ കൂടെ കിടക്ക്. ദേ സത്യമുണ്ട്. അപ്പൊ അമ്മ അമ്മ ഇന്ന് ഒറ്റയ്ക്ക് കിടക്കട്ടെ. അമ്മയ്ക്ക് എന്താ പറ്റിയ ചേച്ചിയമ്മേ? പറയാം. അമ്മ ഇന്ന് ശ്യാമയുടെ കൂടെ കിടക്ക. അമ്മയ്ക്ക് എന്താ ചേച്ചിയമ്മേ പറ്റിയ? മോള് വാ പറയാം. ഇന്ന് നമ്മള് അമ്മയും മക്കളും ഒരുമിച്ച് ഇവിടെയാ കിടക്കുന്നത്. അമ്മയോ? ചേച്ചിയമ്മ. ഓ അങ്ങനെ. പപ്പിക്ക് എന്റെ അമ്മയുടെ കൂടെ കിടക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ അമ്മ നല്ല കഥകളൊക്കെ പറഞ്ഞു തരും, പിന്നെ പാട്ട് പാടിത്തരും, ഇല്ലേ അമ്മേ? അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇന്നമ്മ ഒരുപാട് ടയേർഡാ. അതുകൊണ്ട് കഥയൊക്കെ പിന്നൊരു ദിവസം ആവാം. പക്ഷെ അപ്പൊ പപ്പി ഉണ്ടാവില്ലല്ലോ. അമ്മ എന്തിനാ ചേച്ചമ്മ എന്നെ വഴക്ക് പറഞ്ഞത്? ഞാൻ അമ്മയോടൊപ്പം കിടക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് തന്നെ. എന്നിട്ട് അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? മോളെ, അത് അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ടല്ലേ. 2 ദിവസം കഴിയുമ്പോ എല്ലാം മാറും. അപ്പൊ അമ്മ മോളെ കെട്ടിപ്പിടിച്ച് ഇപ്പൊ ഈ കാണിക്കുന്നതിനൊക്കെ സങ്കടപ്പെടും. എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത് ചേച്ചിയമ്മേ? അത് അച്ഛനുമായിട്ട് അമ്മ വഴക്കിട്ടില്ലേ, അതിന്റെ ഒരു ദേഷ്യ. അത് ഇന്നോ നാളെയോ ആയിട്ടൊക്കെ അങ്ങ് മാറും. ഈയിടെയായിട്ട് അമ്മയ്ക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല. എന്ത് ചോദിച്ചാലും വഴക്കിടും, എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടും. എന്നെ എന്താ എന്റെ അമ്മ പ്രസവിച്ചതല്ലേ? പറ ചേച്ചിയമ്മേ. ചേച്ചിയമ്മയ്ക്ക് സത്യോട് എന്ത് സ്നേഹ, കാണുമ്പോ എനിക്ക് കൊതിയാവുക. എന്റെ അമ്മയ്ക്ക് എന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല.